ചായ എല്ലാവരും കുടിക്കലുണ്ട് അല്ലേ? നിങ്ങൾ കുങ്കുമം ചായ ഇട്ട് കുടിച്ചിട്ടുണ്ടോ? ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് പോയപ്പോൾ ആള് ഇങ്ങനെ കുടിക്കുന്നുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചത് സൗദിയാണ്. ആള് ചോദിച്ച് ബ്ലാക്ക് ടീ ആണോ അല്ല ചായ അഹ്ലറാണോ പാൽ ചായ ഏതാ വേണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാധാ ചായ മതി എന്ന് പറഞ്ഞു. ഫ്ലാസ്കിൽ നിന്ന് ചായ ഇങ്ങനെ ഒഴിച്ച് കുടിക്കുമ്പോണ്ടല്ലോ ഭയങ്കര ഒരു രുചി വേറെ തന്നെ. ഏലക്കായൻ്റെ ചുവയാണ് വന്നത്. അപ്പോൾ ഞാൻ മൂപ്പരോട് ചോദിച്ചു ഇതിൽ എന്തൊക്കെയാണ്? ഏലക്കായാണ്, മധുരം കുറവായിരുന്നു. അതിനോട് ഒരു ഇഞ്ചി ഉണ്ട്, അതുപോലെ തന്നെ കുങ്കുമുണ്ട്, പിന്നെ ഇതുണ്ട് ഹേലുണ്ട്, ഏലക്കായ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് കുങ്കുമം ചായ ഇട്ട് കുടിക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഗാവേലൊക്കെ ചേർക്കലുണ്ടാവും കുങ്കുമം, ഏലക്കായൊക്കെ ഗാവേല് ചേർക്കും, ഗാവേൻ്റെ കൂടെ ഉണ്ടാവും. ചായയിൽ കുങ്കുമം ഇട്ടിട്ട് അങ്ങനെ കുടിക്കലില്ല. അപ്പോൾ ഇന്നങ്ങനെ കുടിച്ചു നോക്കിയാണ്. സാധാരണ നമ്മൾ ഈ ആൾക്കാർ മലയാളികൾ കുങ്കുമം നാട്ടിൽ കൊണ്ടുപോകല് പെണ്ണുങ്ങൾ വളരെയുണ്ടെങ്കിൽ കുട്ടികൾക്ക് നിറം വെക്കാനും സൗന്ദര്യം കൂടാനൊക്കെയാണ് അല്ലേ? പെണ്ണുമക്കളെ കുട്ടികൾക്ക് മാത്രമല്ല. നിങ്ങൾ കറക്റ്റ് ഒരു മാസത്തോണ്ട് കുടിച്ചു നോക്കി, കുട്ടികളെ വാപ്പാർക്കും നിറം വെക്കും. ഓക്കെ, ബുദ്ധി, കൂർമ്മത, സൗന്ദര്യം, ഇതിൽ ആന്റി ഓക്സിഡന്റ് ആണ് കുങ്കുമത്തിലുള്ളത്. പക്ഷെ ടഫാണ് ചായ. സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും പെർഫ്യൂമിലൊക്കെ കുങ്കുമം ചേർക്കുന്നുണ്ട് ഭക്ഷണത്തിന് നിറം കിട്ടാനൊക്കെ. എന്തായാലും ഒരു മാസം കുടിച്ചോക്കട്ടെ, എന്താ പാടുന്ന നോക്കാലോ. വെറൈറ്റി ആയിരിക്കും. വെറുതെ അല്ല ഈ ബഹമാരൊക്കെ ഭയങ്കര ഭംഗി. ഇവിടുത്തെ അറബികളൊക്കെ കുങ്കുമം ചായ ഇട്ട് കുടിക്കുന്നത് തോന്നുന്നുണ്ട്. കൂടെ ഇഞ്ചി ഉണ്ട്, ഏലക്കായ ഉണ്ട്. ഉണ്ടാക്കി കൂടി ഇട്ടോ ഒരു മാസം.